പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഇതുപോലെ കൊത്തി എടുത്തിട്ടുണ്ട്. നാരൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തേക്കും കേട്ടോ. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി എടുത്ത കപ്പ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇഡലി കുട്ടത്തിൽ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നിറച്ച് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കപ്പയുടെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം. അപ്പോൾ കപ്പ കയ്പുള്ള കപ്പയാണെങ്കിൽ 2 വെള്ളം തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. ഞാനിവിടെ കയ്പൊന്നുമില്ല, കപ്പ കഴിച്ച് നോക്കിയിട്ട് നല്ല കപ്പ ആയതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒറ്റ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഈ കപ്പ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം, തിളച്ച് വരട്ടെ. ഈ സമയം ഞാനിവിടെ ആവശ്യത്തിനുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫും 3/4 കിലോ എല്ലും കൂടെ ചേർത്താണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബീഫും എല്ല് മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് ബീഫും കൂടെ ചേർത്താണ് എടുത്തേക്കുന്നത്. നല്ല വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് അത് നമുക്ക് ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.25 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഞാനിത് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിൽ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അത് ബാക്കി ഇഞ്ചി അതുപോലെ ഞാൻ ചതച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ചുമന്നുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വലിയ ചുമന്നുള്ളി 2ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. ചെറുതൊക്കെ ഞാൻ അങ്ങനെ മുഴുവനെ തന്നെ ഇട്ട് കൊടുത്തേക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ വേണം നമുക്ക് മല്ലിപ്പൊടി, ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതെടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അരമണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും, 3/4 മണിക്കൂർ എടുത്തായിരിക്കും നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇച്ചിരി സമയമല്ലേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഒരു 5 മിനിറ്റിലാക്കിയാൽ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ എല്ലാം ഫുള്ളായിട്ട് ചിലപ്പോൾ കാണിച്ചൊന്നും വരത്തില്ല. അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ മൂടി അടച്ച് വെയിറ്റ് ഇട്ട് അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. വെന്തിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒന്നുകൂടെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പ നല്ലപോലെ ഒന്ന് ഉടയണം കേട്ടോ. നമുക്കിത് ഉടച്ച് തവി കൊണ്ട് ഒന്ന് കുത്തുമ്പോൾ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. ആ രീതിക്ക് വേവിച്ചെടുക്കുക. ദാ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ തവി കൊണ്ട് തന്നെ ഞാനിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകണ്ട, എന്നാൽ കുറച്ച് ഉടഞ്ഞ് കിട്ടുകയും വേണം. ഇടയ്ക്ക് കുറച്ചൊന്ന് കടിക്കാനും കിട്ടണം. ആ കണക്കിന് വേണം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. കപ്പയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ നമുക്ക് സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. ഈ സവാള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കാരണം കുറച്ച് പേർ ചിലർക്ക് എരിവ് ഇഷ്ടമുള്ളവരുണ്ട്, എരിവ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അതുപോലെ തന്നെ ഞാനിതിലേക്ക് വീണ്ടും 1 സ്പൂണ് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട്. 2 ഓരോ സ്പൂൺ വീതം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറി ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ
കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണോളം. എരിവൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കുക. ഇനി ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബീഫ് ഒരു 7 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീഫ് ഇച്ചിരി മുറ്റിയതാണ്, അതുകൊണ്ട് വേവാൻ ഇച്ചിരി 5 വിസിലൊന്ന് അടുപ്പിച്ചിട്ട് നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 10-20 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ബീഫിനകത്ത് ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഒരു 10-20 മിനിറ്റ് ഞാനത് കുറഞ്ഞ തീയിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ 1 ടീസ്പൂണ് നമ്മുടെ പെരിഞ്ജീരകമല്ലേ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചേർക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇനിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നേരത്തെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കപ്പയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് നേരത്തെ ഇടാനുള്ളത് മറന്നു പോയതാണ്, കുഴപ്പമില്ല. അപ്പോൾ 1 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരല്പം പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ എല്ലും കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലേ, മലയാളികളില്ല ഇഷ്ടമില്ലാത്തവർ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ തരാം കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഈ സമയം ഞാനിത് അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി എല്ലും കപ്പ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സെർവ് ചെയ്തതിന് ശേഷം കുറച്ച് സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് എടുക്കാം. മല്ലിയില വേണമെന്നുള്ളവർക്ക് ചേർത്ത് കഴിക്കാം കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ച് സവാള മാത്രം ചേർത്താണ് കഴിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാ കൂട്ടുകാർക്കും ബായ്.